ഹേ ഓൾ, ഇന്നത്തെ ലഞ്ച് വ്ളോഗ് എന്ന് പറയണോ അതോ ലഞ്ച് ഫ്ലോപ്പ് വ്ളോഗ് എന്ന് പറയണോന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുരിങ്ങ ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. മുരിങ്ങ വെക്കണോ വെണ്ട വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്കിൽ പാട്ട് വെച്ചിട്ടുണ്ടാവേ. അങ്ങനെ പാട്ടിൻ്റെ ഇടയിൽ ഫീൽഡിൽ കയറി വന്നതാണ് തിരുവാവണി രാവ് എന്ന പാട്ട്. ഇപ്പോൾ സീസൺ ആണല്ലോ, അത് കണ്ടപ്പോൾ സദ്യ കഴിക്കാനുള്ളൊരു മൂടൊക്കെ വന്നു. പക്ഷെ സദ്യ ഉണ്ടാക്കി സമയം കളയാനൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് മാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മാംഗോ എന്ന് പറയുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് സ്മെല്ലൊക്കെ അടിച്ച് നോക്കുമ്പോൾ മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കണോ അതോ കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറച്ച് നേരം ആലോചിച്ചിരുന്നു. എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ചട്ടി വെക്കുന്നവരെല്ലാം കറക്റ്റായിരുന്നു. മാങ്ങ ഇട്ടു, മുളകിട്ടു, വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടി മൂടി വെച്ചു. വെണ്ടയ്ക്ക കറി വേണോ മുരിങ്ങക്കറി വേണോ എന്നുള്ളതിൽ അധികം ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. നൗഷന് മുരിങ്ങക്കറി മതിയെന്ന് പറഞ്ഞു. അതും വെക്കാൻ വേണ്ടി ചട്ടിയിൽ വെച്ചു. 2 പീസ് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാപ്പുളിശ്ശേരിയും ചിക്കൻ ഫ്രൈയും അടിപൊളി കോംബോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കിട്ടുന്നേട്ടൻ പറഞ്ഞ പോലെ ഇതുവരെ വളരെ ശരിയായിരുന്നു. പിന്നെയാണ് ആലോചിച്ചത് തൈരില്ല എന്നുള്ളത്. ഓടിപ്പോയി അത് വാങ്ങിയിട്ട് വന്നു. അതൊക്കെ കഴിഞ്ഞ് മുരിങ്ങയിലേക്ക് പരിപ്പ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ആണ്ടടാ വെള്ളപ്പൊക്കം. ഇതിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അരക്കാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് മറന്നുപോയി. കറി ഞാൻ എന്തായാലും ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ, ഇതുവരെ വളരെ ശരിയാണ്. ഇതെന്താ സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എനിക്കൊട്ടും മനസ്സിലായില്ല. എൻ്റെ ഒരു ഊഹാപോഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടായിരിക്കണം ഈ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവുക. ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നോക്കി, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞപ്പോൾ തൈരൊന്ന് മിക്സിയിലിട്ട് കറക്കാൻ നോക്കിയതാ. മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് കൈ വെച്ച് കുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഇതിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ബേസിൽ പറഞ്ഞ പ്രോൺസ് നിർവ്വാണയാണ്. എന്തായാലും പ്രോൺസ് അല്ലെങ്കിലും നമുക്ക് മാംഗോ നിർവ്വാണം തൽക്കാലം ഇതിനെ വിളിക്കാം. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തായാലും ഞാനിത് വറവൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സെയിം കുഴപ്പമൊന്നും കാണുന്നില്ല. ആ കളർ ചേഞ്ച് മാത്രമേ ഇതിലൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇനിയിപ്പോൾ സംഭവം കളർ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റിലൊരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു.